കാണിച്ച ആ വീഡിയോ നമ്മുടെ മൂന്നാറ് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോസ് എടുക്കാൻ വേണ്ടി പോയപ്പം അവർക്കുണ്ടായ ഒരു ദുരനുഭവത്തിന്റെ അല്ലെങ്കിൽ അവരെ മർദ്ദിച്ച ഒരു വീഡിയോയുടെ ക്ലിപ്പാണ് ഞാൻ കാണിച്ചത്. അതിനെക്കുറിച്ച് ആരും എങ്ങും സംസാരിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത് ഐ ആം ലിജോ എന്ന് പറയുന്നത് നമ്മുടെ ലിജോ ചേട്ടനാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. പുള്ളിക്കാരന്റെ അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അതിൽ ആ വീഡിയോ അവരിട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോയെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. ഇന്നലെ മൂന്നാർ മാങ്കുളത്ത് വിവാഹ ചടങ്ങുകൾ ചിത്രീകരിക്കാൻ പോയ ഒരു ഫോട്ടോഗ്രാഫർ ടീമിനെ അവർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട് മൊമെന്റ്സ് ബൈ എലമെന്ററിക്സ്. വധുവിന്റെ ബന്ധുക്കൾ ചേർന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് മുകളിൽ കാണുന്നത്. എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്ക് വിവാഹ ചടങ്ങുകൾ ചിത്രീകരിക്കാനായി ഫോട്ടോഗ്രാഫി ടീം തലേ ദിവസം എന്നുവെച്ചാൽ 15/9/2024 ഞായറാഴ്ച അർദ്ധരാത്രിയിൽ മൂന്നാറിൽ എത്തിച്ചേരുകയും വധുവിന്റെ ഭാഗത്ത് നിന്ന് തയ്യാറാക്കി കൊടുത്ത റൂമിലേക്ക് വിശ്രമിക്കാനായി എത്തിയപ്പോൾ ഇതേ വധുവിന്റെ ബന്ധുക്കൾ ആ പരിസരത്തിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയും ഒച്ചയും ബഹളവും ഉണ്ടാക്കുകയും അതേ തുടർന്ന് തങ്ങൾ കുറെ അധികം ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതിനാൽ പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് വർക്കിന് പോകേണ്ടതുകൊണ്ടും തങ്ങൾക്കൊന്ന് കിടന്നുറങ്ങേണ്ടതിനാൽ കുറച്ച് പതിയെ സംസാരിക്കാമോ എന്നും അവരോട് ചോദിച്ചതിന്റെ പുറത്താണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം. ആദ്യം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് വിട്ടെങ്കിലും പോയി കിടന്നുറങ്ങിയ ഫോട്ടോഗ്രാഫി ടീമിനെ വീണ്ടും വിളിച്ച് എഴുന്നേൽപ്പിച്ച് അതിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറായ നിതിൻ എന്ന ആളിനെ പിടിച്ചു പുറത്തു കൊണ്ടുപോയി ആക്രമിക്കുകയും പിറ്റേ ദിവസം വർക്ക് എടുക്കാൻ മേലാത്ത വിധം അസ്വസ്ഥനാക്കുകയും ചെയ്തു. വധുവോ വരനോ ഈ കാര്യം അറിയാത്തതിനാലും ഫോട്ടോഗ്രാഫി ടീമിന്റെ ഭാഗത്തു നിന്ന് ഒരു കുഴപ്പമുണ്ടായി കല്യാണത്തിന് തടസ്സം ഉണ്ടാകേണ്ട എന്ന് ഓർത്തുകൊണ്ട് പിറ്റേ ദിവസം മൂന്നാറിൽ നിന്ന് തന്നെ വേറൊരു ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്ത് വിവാഹം പൂർണ്ണമായി കവർ ചെയ്ത ശേഷം തലേ ദിവസം നടന്ന സംഭവം മോശമായി പോയി എന്ന് വധുവരന്മാരോട് വർക്കിന് വന്ന ഒരു ഫോട്ടോഗ്രാഫർ സാമാന്യ മര്യാദയിൽ പറയുന്നത് വധുവിന്റെ ഒരു ബന്ധു സമീപത്ത് നിന്ന് കേൾക്കുകയും അവിടെ വെച്ച് ഒരു വിഷയം ഉണ്ടാകാതെ ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫറുടെ വണ്ടി നോക്കി വെക്കുകയും ശേഷം വർക്ക് കഴിഞ്ഞ് പോകുന്ന വഴി ആ വണ്ടിയെ പിന്തുടർന്ന് വണ്ടിക്ക് വട്ടം വെച്ച് ആ ഫോട്ടോഗ്രാഫർ ജെറി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് മുകളിൽ കാണുന്നത്. നിങ്ങൾ ഈ വീഡിയോ പുള്ളിക്കാരന്റെ ഐ ആം ലിജോ എന്ന് പറയുന്ന ചേട്ടന്റെ അക്കൗണ്ടിലും അതുപോലെ തന്നെ മൊമെന്റ്സ് ബൈ എലമെന്ററിക്സ് എന്ന് പറഞ്ഞ അവരുടെ പേജിലും ഇത് അവർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഫോട്ടോഗ്രാഫറിനെ എന്തുമാത്രമാണ് അവർ ഉപദ്രവിച്ചിരിക്കുന്നതെന്ന്. ഒന്ന് റൂം ഒഴിഞ്ഞു കൊടുക്കാൻ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് റൂം ഒഴിഞ്ഞു കൊടുക്കുമോ എന്ന് പറഞ്ഞതിന് പേരിൽ നിതിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഉപദ്രവിക്കുകയും പിന്നെ ഈ ഫോട്ടോഗ്രാഫർ പിറ്റേ ദിവസം വധുവരന്മാരോട് കംപ്ലൈന്റ് പറഞ്ഞു അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു സാധനം അവർ പറയുകയും ചെയ്തതിന്റെ പേരിൽ ഈ ജെറി എന്ന് പറയുന്ന പുള്ളിക്കാരനെ മർദ്ദിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് അതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പുള്ളിക്കാരനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ ഇതിനകത്ത് ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലൊരു ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ട ഒരുത്തനുണ്ട്. അവനാണ് ഈ പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു മനുഷ്യനും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെതിരെ ഇതാക്കുന്ന ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഷാലു പെയ്യാടെന്ന് പറഞ്ഞാൽ ഷാലു ചേട്ടൻ പറയുന്നുണ്ട് ഇതുപോലെ ഫോട്ടോഗ്രാഫർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാണും, പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം നമുക്ക് ഫോട്ടോഗ്രാഫർമാരെ അറിയാം, അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പം ഇത് ചെയ്തത് ഒരുമാതിരി ശുദ്ധ തെമ്മാടിത്തരമാണ്. ഇതിനെതിരെ ഇതിനകത്തിൽ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന ആളുകളെ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ FIR ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർക്കെതിരെ നല്ല രീതിയിൽ ശക്തമായ നടപടി ഉണ്ടാവണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു റൂം മാറിക്കിടക്കാൻ പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ അവർ ഇത്രയും യാത്ര ചെയ്തു വന്ന യാത്രാക്ഷീണമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലായതുകൊണ്ട് നടക്കും. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവര് അതിൻ്റെതായ നിയമ നടപടികളും കാര്യങ്ങളും ഒക്കെ പെട്ടെന്നാണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലായതുകൊണ്ട് അതിങ്ങനെ ആങ്ങിയും തൂങ്ങിയും നടക്കുവാണ്. ഇത് ഒരുമാതിരി ശുദ്ധ തെമ്മാടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫോട്ടോഗ്രാഫർമാരാണ് അല്ലെങ്കിൽ അവര് ഏത് മനുഷ്യനോടാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു ഇത്. കാരണം എല്ലാവരും പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം ഒരുമാതിരി അവരിത്രയും യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഇത്രയും ടയർഡായിട്ട് ചെല്ലുമ്പോൾ അവരൊന്ന് റൂം മാറിക്കൊടുക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു റൂം 2 റൂം അവർക്ക് അനുവദിച്ചെന്ന് ഒരു റൂമാണ് മാറിക്കൊടുക്കാൻ പറയുന്നത്. ഒരു റൂമെങ്കിലും തന്നു കഴിഞ്ഞാൽ അവർ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ വർക്ക് കവറേജ് ചെയ്യാലോ എന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷെ ഈ കാണിച്ചതിനെതിരെ ആരും സംസാരിക്കുന്നോ അല്ലെങ്കിൽ ഒരു
ചാനൽ ചർച്ചകളോ അല്ലെ ഒരു ന്യൂസിലും ഞാൻ കണ്ടില്ല. അപ്പം എനിക്കിതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ലിജോ ചേട്ടന്റെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുള്ളിക്കാരൻ അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ടും എന്തുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടേക്കുന്നതെന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടുണ്ട്. അപ്പം ഈ വീഡിയോക്കകത്ത് പുള്ളിക്കാരൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഇഷ്യൂ ഉണ്ടായത് അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പുള്ളിക്കാരന്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ മൊമെന്റ്സ് ബൈ എലമെന്റ്രിക്സ് എന്ന് പറയുന്ന അവരുടെ ഇൻസ്റ്റാ പേജിലോ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാൻ പറ്റും. ഞാൻ അതുപോലെ തന്നെ എന്റെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പം ഇതിനെതിരെ ആരെങ്കിലും ഒക്കെ പ്രതികരിക്കണം, അല്ലെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള നമ്മുടെ ഫോട്ടോഗ്രാഫർമാർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ പ്രതികരിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ.